അതെ, ഞാനേ ഞണ്ട് കറി വെക്കണേ. അപ്പോൾ ദേ സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് വഴറ്റുക കേട്ടോ. നന്നായിട്ട് വാടിക്കഴിയുമ്പോഴേക്കും നമുക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, പിന്നെ ഇത്തിരി മസാല എടുത്തിട്ടുണ്ട്, മുളക് പൊടി, പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കുരുമുളകാണ്. കുരുമുളക് പൊടി കുറച്ചധികം വേണം. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കുക കേട്ടോ. നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും ഞാൻ പിന്നെ എടുത്തത് നല്ല കപ്പയാണ്. കപ്പ ഇരുന്ന് വെച്ചു. അപ്പോൾ കപ്പയും ഞണ്ടും കൂടി വെക്കാറുള്ളതെന്ന് വിചാരിച്ച് കപ്പ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് വേവിച്ചിട്ട് ഇതിലോട്ട് അങ്ങോട്ട് തട്ടുക. എന്നിട്ട് ഒന്ന് മസാലയൊക്കെ പെരണ്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ ഞണ്ടുകുട്ടന്മാരെ പെറുക്കി ഇതിലോട്ട് ഇടുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വറ്റിച്ച് നല്ല ചാറ് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, ഇല്ലെങ്കിൽ നല്ല റോസ്റ്റാക്കി എടുക്കുക. അപ്പോൾ ഞാനിത്തിരി ചാറായിട്ടാണ് എടുത്തത്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ കറി ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ ഉച്ചയ്ക്കത്തെ ചാളക്കറിയുണ്ട്, പിന്നെ കൊഴുവ വെള്ളം കുറച്ച് തിളപ്പിച്ച കൊഴുവക്കറി. അപ്പോൾ ഞാൻ കഴിക്കട്ടെ കേട്ടോ. പിന്നെ ഞാൻ ഡയറ്റാണ്, എത്ര ദിവസം ഉണ്ടോയെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ 2 ചപ്പാത്തിയാണ് എടുത്തേക്കണത്, ഗോതമ്പിൻ്റെത്. അപ്പോൾ അതിലോട്ടൊക്കെ ഈ കറികളൊക്കെ കൂടി ഇട്ടിട്ട് അങ്ങോട്ടൊരു പിടി പിടിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ.